ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് വോളിയം ബൈ സിലിണ്ടറിക്കൽ ഷെൽ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എ സിലിണ്ടറിക്കൽ ഷെൽ ഈസ് എ ക്ലോസ്ഡ് സോളിഡ് എൻക്ലോസ്ഡ് ബൈ ടു കോൺസെൻട്രേറ്റിക് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷെല്ലും എന്ത് തന്നെയാണ്? സിലിണ്ടറിക്കൽ ഷെല്ലും സോളിഡ് ആണ്. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെല്ലാം വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ അല്ലേ പഠിച്ചത്. അപ്പം അതേ രീതി നമ്മൾ പറയുമ്പം നമ്മുടെ സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാലും അതും എന്ത് തന്നെയാണ്? സോളിഡ് തന്നെയാണ്. ആ സോളിഡിനകത്ത് രണ്ട് കോൺസെൻട്രേറ്റിക് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ചേരുന്നതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ വരും. ഇതേ രീതിയിൽ വരുന്നതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ വരും സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ടർ പോർഷൻ്റെ റേഡിയസ് R1ഉം അതിൻ്റെ ഇന്നർ പോർഷൻ്റെ റേഡിയസ് R2 ആയിരിക്കും വരുന്നത്. ഈ രീതിയിൽ വരുന്നതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കട്ടെ. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നോൺ നെഗറ്റീവ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എയും ബിയും ആണ്. അവിടെ 0 ≤ a ≤ b ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റീജിയൻ അത് ബൗണ്ടഡ് എബോവ് ബൈ y = f of x ആണ്. ഓൺ ബിലോ ബൈ ദ x ആക്സിസ് ആൻഡ് ഓൺ ദ സൈഡ്സ് ബൈ ദ ലൈൻ x = a യും x = b യും ആണെങ്കിൽ ആ ഒരു റീജിയണിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന സോളിഡിൻ്റെ വോളിയം v കാണാനുള്ള ഇക്വേഷൻ v = ഇൻ്റഗ്രൽ a to b 2πx f of x dx ആയിരിക്കും. അപ്പോൾ അവിടെ എബൌട്ട് y ആക്സിസ് ആണ്. വോളിയം ഓഫ് ദ റീജിയൻ about y axis v is equal to integral a to b 2πx f of x dx ആയിരിക്കും. എന്താണ്? 2π into x into f of x dx ആയിരിക്കും. അവിടെ വോളിയം ഓഫ് ദ റീജിയൻ എബൌട്ട് y ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. യൂസ് സിലിണ്ടറിക്കൽ ഷെൽ. അവിടെ നോക്കിയാട്ടെ, അവിടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് സിലിണ്ടറിക്കൽ ഷെൽ ഉപയോഗിച്ചിട്ടാണ് വോളിയം ഓഫ് ദ സോളിഡ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്വസ്റ്റിനകത്തെല്ലാം വോളിയം ഓഫ് ദ സോളിഡിൻ്റെയും ഡിസ്കിൻ്റെയും വാഷർ ഷേപ്പിൻ്റെയും ഒക്കെ പഠിച്ചു. അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റിനകത്ത് സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമുക്ക് യൂസ് സിലിണ്ടറിക്കൽ ഷെൽ എന്ന് ക്വസ്റ്റിനകത്ത് പറയും. ഓക്കെ, അപ്പം യൂസ് സിലിണ്ടറിക്കൽ ഷെൽ ടു ഫൈൻഡ് വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് വെൻ ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ y is equal to √x, x equal to 1, x equal to 4 about the x axis and is revolved about y axis. അപ്പോൾ revolve about y axis ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം revolve about y axis ആയതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ വോളിയം v is equal to ഇൻ്റഗ്രൽ x = a to b വരും. 2π into x f of x dx ആണ്. റിവോൾവ് എബൌട്ട് y ആക്സിസ് എന്ന് പറഞ്ഞതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ സിലിണ്ടറിക്കൽ ഷെൽ അപ്ലൈ ചെയ്ത് വോളിയം കാണാനുള്ള ഇക്വേഷൻ തന്നെ വോളിയം v is equal to ഇൻ്റഗ്രൽ x = a to b 2πx f of x dx ആണ്. ഇവിടെ എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ക്വസ്റ്റിനകത്ത് x = 1 to 4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2πx into f of x dx. നമുക്ക് തന്നിരിക്കുന്ന കർവ് y is equal to √x അല്ലേ? y എന്ന് പറയുന്നതല്ലേ f of x. അപ്പോൾ f of x equal to എത്ര വരും? √x വരും. അപ്പോൾ 2π into x √x dx വരും. അവിടെ 2π കോൺസ്റ്റൻ്റ് ആണ്, അത് ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുന്നു. ഇൻ്റഗ്രൽ x = 1 to 4 വരും. ബാക്കിയുള്ളത് ആരാണ്? x √x അല്ലേ? x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവർ 1 ആണ്. √x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവർ 1/2 വരും. ഇൻറ്റു dx വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x വരും അല്ലേ? അപ്പോൾ ഇവിടെ x⁻1ഉം x⁻1/2 കൂടെ ചേരുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇൻ്റഗ്രൽ x = 1 to 4 എക്സിൻ്റെ പവർ എത്രയാവും? 1 + 1/2 3/2 ആവും. അപ്പോൾ x⁻3/2 ഇൻറ്റു dx ആകത്തില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു തരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു x⁻3/2ൻ്റെ ഇൻ്റഗ്രൽ x⁻3/2 + 1 5/2 വരും. അപ്പോൾ x⁵2 5/2 വരും. ലിമിറ്റിംഗ് വാല്യൂ എത്ര വരും? 1 to 4 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫിക്കേഷന് വേണ്ടി നമുക്ക് ഈ 5/2നെ തിരിച്ചിടാം. അപ്പോൾ എന്തായിട്ട് മാറും? 2/5 ആവും.
എക്സിന് അപ്പർ ലിമിറ്റ് 4 കൊടുത്താൽ എന്ത് വരും? എക്സിന് അപ്പർ ലിമിറ്റ് 4 കൊടുത്താൽ 4^5/8 വരും. മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുത്താൽ 1^5/8 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2π × 2 4π വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഒരു ആൻസർ? 4π/5 വരും. 4നെ നമുക്ക് 2^2 എന്ന് എഴുതാം. റേസ് ടു എത്രയുണ്ട്? 5/2 ഉണ്ട്. മൈനസ് 1^5/8. 1ന്റെ പവർ ഏത് വന്നാലും ആൻസർ 1 ആണ്. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ എക്സ്പൊണൻഷ്യലിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് 2 × 5/2 ആകത്തില്ലേ? ഈ 2 × 5/8 അവൻ 2 × എന്തായിപ്പോൾ ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി എത്ര വരും? 2^5 വരും. 2^5 എത്രയാണ്? 32 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4π/5 ഇൻറ്റു എന്തിനും 32 - 1 വരും. 32 - 1 എത്ര? 31 അല്ലേ? 31 × 4π എത്ര വരും? 124π/5 എന്ന് ആൻസർ വരും. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് സിലിണ്ടറിക്കൽ ഷെൽ അപ്ലൈ ചെയ്ത് നമുക്ക് വോളിയം കണ്ടുപിടിക്കുന്നത്. ശരിയാണല്ലോ? അപ്പം സിലിണ്ടറിക്കൽ ഷെൽ അപ്ലൈ ചെയ്ത് സോളിഡിന്റെ വോളിയം കാണാൻ പറയുമ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ലിമിറ്റിംഗ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക. f(x) ഏതാണെന്ന് കണ്ടുപിടിക്കുക. സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പരീക്ഷയ്ക്ക് പറ്റും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് cylindrical shell to find volume of the solid generated when the region R in the first quadrant എന്ന് പറഞ്ഞിട്ടുണ്ട്. enclosed between y is equal to x ഉം y is equal to x squared. അപ്പോൾ y is equal to x ഉം y is equal to x squared. ഈ രണ്ട് റീജിയണിൻ്റെയും ഇടയിൽ വരുന്ന ആണ് നമ്മുടെ റീജിയൻ. ഈ രണ്ട് കർവിൻ്റെയും ഇടയിൽ വരുന്നതാണ് നമ്മുടെ കർവ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഈസ് റിവോൾവ് അബൌട്ട് y ആക്സിസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം റിവോൾവ് അബൌട്ട് y ആക്സിസ് ആയതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ തന്നെ റിവോൾവ് അബൌട്ട് y ആക്സിസ് ആയതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ വോളിയം v is equal to ഇന്റഗ്രൽ x equal to a to b 2πx f(x) dx ആയിരിക്കും നമ്മുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ f(x) കണ്ടുപിടിക്കണം. f(x) എന്ന് പറഞ്ഞ റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ കർവ് ഒന്ന് വരച്ചു നോക്കാം. ആദ്യത്തെ എന്താണ്? y is equal to x അല്ലേ? y is equal to x ഉം y is equal to x squared. ഇതിനെ ഒന്ന് സോൾവ് ചെയ്തേ. y is equal to x ഉം y is equal to x squared ഉം സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x squared equal to x അല്ലേ? x squared equal to x ആണെങ്കിൽ x squared minus x equal to 0 വരത്തില്ലേ? ഒരു x കോമൺ എടുത്ത ബ്രാക്കറ്റിൽ x into x minus 1 equal to 0 ആകത്തില്ലേ? അപ്പം എക്സിന്റെ വാല്യൂ 0 വരും, എക്സിന്റെ വാല്യൂ 1 വരും. ഓക്കെ, y is equal to x ആയതുകൊണ്ട് എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂയും 0 ആണ്. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1 വരും. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഏത് വരും? 0 0 ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. x 1 ഉം y 1 ഉം അടുത്ത് അതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം y is equal to x എന്ന് പറയുന്ന കർവ് നമുക്കറിയാം ദാ ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പാസ് ചെയ്തു. y is equal to x squared. പിന്നെ x squared equal to y അല്ലേ? x squared equal to y എന്ന് പറയുന്ന കർവ് ഇതല്ലേ എലിപ്സ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിവിടുന്ന ഈ പോയിന്റ് ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ 1,1. അപ്പം y is equal to x എന്ന് പറയുന്ന കർവാണ് മുകളിൽ വരുന്നത്. അതിന്റെ താഴെ വരുന്ന റീജിയൻ ആരാണ്? y is equal to x squared ആണ് താഴെ വരുന്ന റീജിയൻ. അപ്പം അതുകൊണ്ട് അവിടെ നമ്മുടെ f(x) എന്തുവരും? f(x) ഈക്വൽ ടു എന്താണ് വരുന്നത്? f(x) ഈക്വൽ ടു xa മൈനസ് x squared വരും. മനസ്സിലായോ? നമ്മൾ ഏരിയ ഓഫ് ദ റീജിയൻ പഠിച്ചിട്ടില്ലേ? സിലിണ്ടറിക്കലിന്റെ എന്താണ്? ഹൈറ്റ് x മൈനസ് x squared വരും. മുകളിൽ കിടക്കുന്ന പോർഷൻ മൈനസ് താഴെ കിടക്കുന്ന പോർഷൻ. അപ്പോൾ അവിടെ f(x) എന്തുവരും? മുകളിൽ കിടക്കുന്ന പോർഷൻ x ഉം താഴെ കിടക്കുന്ന പോർഷൻ x squared. ഇതല്ലേ y is equal to x squared. അപ്പോൾ നമ്മുടെ f(x) എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് സെക്ഷൻ f(x) ഈക്വൽ ടു എന്തുവരും? സിലിണ്ടറിക്കൽ സർഫസിന്റെ ഹൈറ്റ് x മൈനസ് x squared വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിനും ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം v is equal to ഇന്റഗ്രൽ x ഈക്വൽ ടു എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ ഇതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. 0 to 1 ആണ്. 0 to 1 ഇൻറ്റു 2πx ഇൻറ്റു f(x) എന്തുവരും? f(x) എന്ന് പറയുന്നത് xa മൈനസ് x squared ഇൻറ്റു dx വരും. മനസ്സിലായി? f(x) കിട്ടിയത് എന്താണ്? f(x) ദാ ഈ മുകളിലത്തെ പോർഷൻ അവിടുത്തെ ഹൈറ്റ് അല്ലേ? അത് മുകളിലത്തെ കർവേ മൈനസ് താഴത്തെ കർവാണ് ഈ സിലിണ്ടറിക്കൽ പോർഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം മുകളിലത്തെ പോർഷൻ എക്സും താഴത്തെ പോർഷൻ x squared ആകുമ്പോൾ f(x) ഈക്വൽ ടു x മൈനസ് x squared വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π ഇൻറ്റു എക്സിനെ അകത്തോട്ട് ഇൻറ്റു ചെയ്താൽ x ഇൻറ്റു x x squared ഉം x squared ഇൻറ്റു x x ക്യൂബും വരും. x squaredന്റെ ഇന്റഗ്രൽ x cube by 3 വരും. x ക്യൂബിന്റെ x raised to 4/4 വരും. അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ 1/3 മൈനസ് 1/4 വരും. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കാണിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തരും 4 മൈനസ് 3/12 വരും. 4 മൈനസ് 3 1 അല്ലേ? 1/12 അല്ലേ? 2 ഉം 12 ക്യാൻസൽ ആകുമ്പോൾ 6 വരും. ആൻസർ എത്ര വരും? ആൻസർ ഈക്വൽ ടു π/6 വരും. ഓക്കെ,
അപ്പം അവിടെ സിലിണ്ടറിക്കൽ ഷെൽ അപ്ലൈ ചെയ്ത് വോളിയം കാണുന്ന ഈ രീതിയിലാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ സിലിണ്ടറിക്കൽ ഷെൽ അപ്ലൈ ചെയ്ത് വോളിയം കാണാനായിട്ട് പഠിച്ചപ്പം നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കർവും കൂടെ എൻക്ലോസ് ചെയ്യുന്ന പോർഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന മുകളിലത്തെ കർവ് മൈനസ് താഴത്തെ കർവാണ്. നമ്മൾ ഫിഗർ ഒന്ന് വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി മുകളിലത്തെ കർവ് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എക്സും താഴത്തെ കർവ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡുമാണ്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് സ്ക്വയർഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് റിവോൾവ് അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ സിലിണ്ടറിക്കൽ ഷെല്ലിന് അപ്ലൈ ചെയ്ത് വോളിയം കാണാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി 2π എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് ലിമിറ്റും കൊടുത്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് സിലിണ്ടറിക്കൽ ഷെല്ല് അപ്ലൈ ചെയ്ത് വോളിയം ഓഫ് ദ സോളിഡ് കണ്ടുപിടിക്കണം. ജനറേറ്റഡ് വെൻ ദ റീജിയൻ അണ്ടർ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് ഓവർ ദ ഇൻ്റർവൽ 0 to 2 ആണ്. ഈസ് റിവോൾവ് അബൌട്ട് ദ ലൈൻ ആണ് അല്ലേ. അവിടെ നമുക്ക് എന്താ പഠിച്ചിരിക്കുന്നത്? റിവോൾവ് അബൌട്ട് ദ ലൈൻ അല്ലേ. റിവോൾവ് അബൌട്ട് ദ ലൈൻ y ഈസ് ഈക്വൽ ടു -1 ആണ്. ഓക്കെ, അപ്പോൾ എന്താ ആ കർവിൻ്റെ ഷേപ്പ് നമ്മൾ ഇതേ രീതിയിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ പഠിച്ചായിരുന്നു. അവിടെ ആ രീതിയിൽ നമ്മൾ ചെയ്തു. ഇവിടെ പക്ഷേ സിലിണ്ടറിക്കൽ ഷെല്ലാണ്. രണ്ടും രണ്ട് രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. സെയിം ഫൈനൽ ആൻസർ കിട്ടുന്നത് സെയിം ആണെങ്കിൽ പോലും ചെയ്യുന്ന മെത്തേഡ് രണ്ടും രണ്ട് രീതിയിലാണ്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അവിടെയും ചെയ്തതാണ്. പക്ഷെ ചെയ്യുന്ന മെത്തേഡുകൾ ഡിഫറെൻ്റ് ആണ്. അവിടെ നമ്മൾ എന്താണ് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിച്ചാണ് ചെയ്ത്. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് ചെയ്യണം? ഇവിടെ നമ്മൾ സിലിണ്ടറിക്കൽ ഷെൽ അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് ചെയ്യണം. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലും ചോദിക്കാം. അതായത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ യൂസിങ് സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ചെയ്തോണം. യൂസിങ് സിലിണ്ടറിക്കൽ ഷെൽ എന്ന് ചോദിച്ചില്ല എങ്കിൽ അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷനകത്ത് ക്രോസ് സെക്ഷൻ ഏരിയ സോളിഡിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ഓഫ് എക്സ് കണ്ടുപിടിച്ച് അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്തോണം. ഏത് രീതിയാണെന്ന് പരീക്ഷയ്ക്ക് നോക്കിയട്ടെ. അപ്പോൾ അവിടെ ക്രോസ് സെക്ഷൻ ആർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലാണ്. അവിടെ ജനറേറ്റ് ചെയ്യുന്ന സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ഹൈറ്റ് 2 - √y അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് y+1 ആണ്. അത് ഐ ഫിഗർ ഇങ്ങനെ വരുമല്ലോ. ഇതാണ് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന കർവ് അല്ലേ. ഒന്ന് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ അല്ലേ. പിന്നെ നമുക്ക് ഏതാണ് നമ്മുടെ എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ ആണ് ഒരു പോർഷൻ. പിന്നെ നമ്മുടെ ഇൻ്റർവൽ ഏതാണ്? 0 to 2 ആണ് ഇൻ്റർവൽ. അപ്പോൾ അതാണ് ഇത് എക്സ് ആക്സിസിൽ 0 വൈ ആക്സിസിൽ 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഈ വൈ ആക്സിസിന് പാരലായിട്ട് വരച്ചു. പിന്നെ നമുക്ക് ഏതാ വരുന്നത്? y ഈസ് ഈക്വൽ ടു -1. y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന കർവ് ഇതാണ് y ഈസ് ഈക്വൽ ടു -1. ഇതിനെയല്ലേ റിവോൾവ് ചെയ്യുന്നത്. അപ്പം y ഈസ് ഈക്വൽ ടു -1നെ റിവോൾവ് ചെയ്യുമ്പോൾ അവിടുത്തെ റേഡിയസ് എന്ത് വരും? റേഡിയസ് y+1 വരും. പിന്നെന്താണ് വരുന്നത്? ഹൈറ്റ് ഏത് വരും? ഹൈറ്റ് 2 - √y വരും. ഹൈറ്റ് ഏത് വരും? 2 - √y വരും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. y സ്ക്വയർഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ അല്ലേ വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു +or- √y വരും. എക്സ് ഈക്വൽ ടു +or- √y ആണ്. നമ്മുടെ എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഏതാ? 2 അല്ലേ. അപ്പോൾ 2x ഈക്വൽ ടു +or- √y വരും. അപ്പോൾ എക്സിന് 2 കൊടുത്താൽ 2 ഈസ് ഈക്വൽ ടു എത്ര വരും? 2 ഈസ് ഈക്വൽ ടു √y വരും. അപ്പോൾ അതിന് ഇപ്പുറത്തുള്ള എന്തൊരു ഹൈറ്റ് 2 - √y വരും. മനസ്സിലായല്ലോ. അതായത് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ ആണ് നമ്മുടെ കർവ് തന്നേക്കുന്നത് അല്ലേ. റിവോൾവ് ചെയ്തേക്കുന്ന കർവ് അണ്ടർ എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ ആണ്. എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു വൈ ആണ്. എക്സ് എന്ത് വരും? +or- √y വരും. നമ്മുടെ എക്സ് എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് ഇൻ്റർവൽ തന്നിട്ടുണ്ട്. ഇൻ്റർവൽ 0 to 2 അല്ലേ. അപ്പോൾ എക്സിന് 2 കൊടുത്താൽ 2 ഈസ് ഈക്വൽ ടു √y വരും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? 2 - √y വരും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. റേഡിയസ് നോക്കിയേ. y ഈസ് ഈക്വൽ ടു -1നല്ലേ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയസ് ഏത് വരും? റേഡിയസ് y+1 വരും. അപ്പം ഇത് ഹൈറ്റും വരും, ഇത് റേഡിയസും വരും. ഓക്കെ, ഹൈറ്റും റേഡിയസും ഇത് വന്നാൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചേ? വോളിയം v ഈസ് ഈക്വൽ ടു ഇതൊരു വോളിയം v ഈസ് ഈക്വൽ ടു അപ്പം ഏരിയ ഓഫ് ദ സർഫസ് കണ്ടുപിടിക്കണം. അപ്പം വോളിയം ഹൈറ്റും റേഡിയസും കിട്ടിയാൽ എന്താണ്? ഹൈറ്റും റേഡിയസും കിട്ടിയാൽ ഈ സർഫസിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് ദിസ് സർഫസ് ഈക്വൽ ടു നമുക്കത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്തോണേ. ഹൈറ്റും റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് സർഫസ് ഈക്വൽ ടു 2π ഇൻറ്റു അല്ലേ 2π ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു റേഡിയസ് വരും അല്ലേ. 2π ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു റേഡിയസ് വരും. ഏരിയ ഓഫ് ദിസ് സർഫസ് ഈക്വൽ ടു 2π ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു റേഡിയസ് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു തരും 2π ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 2 - √y ആണ്. ഇൻറ്റു റേഡിയസ് എത്ര വരും? y+1 വരും. ഇതല്ലേ നമ്മുടെ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? a ഓഫ് i കിട്ടി. അപ്പം നമ്മൾ
സോളിഡിൻ്റെ വോളിയം കാണാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേഷൻ ചെയ്താൽ പോരെ. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടിയാൽ വോളിയം വി എന്താണ്, ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടിയാൽ വോളിയം വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഇസ് ഈക്വൽ ടു എ ടു ബി. എന്താണോ നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പം ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വെച്ചാൽ 2π ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു റേഡിയസ് ആണ്. ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി, 2 മൈനസ് √y കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. റേഡിയസോ y+1 കിട്ടി. അപ്പോൾ 2π ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു റേഡിയസ് ആണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ a ഓഫ് i എന്നെടുത്തു. അപ്പോൾ a ഓഫ് ഐയെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് എന്നിട്ട് വോളിയം v കിട്ടും. ഇനി വിയുടെ ലിമിറ്റിംഗ് വാല്യൂ പറഞ്ഞതേ, വിയുടെ ലിമിറ്റിംഗ് വാല്യൂ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് പറയുന്നുണ്ട്, 0 to 2 അല്ലേ എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ. എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 0 to 2 ആണെങ്കിൽ y is equal to നമ്മൾ എന്താ എടുത്തത്, x² ആണ് എടുത്തേക്കുന്നത്. അപ്പം എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 0 to 2 ആണല്ലോ. x ഈക്വൽ ടു 0 ആണെങ്കിൽ y is equal to 0 വരും. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ y is equal to എത്ര വരും, 4 വരും. അപ്പോൾ വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് വരും, 0 to 4 വരും. എക്സിൻ്റെ വാല്യൂ 0 to 2 ആണ് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ ഏത് വരും, 0 to 4 വരും. കാരണം y is equal to x² ആണ്. അപ്പം നമുക്ക് ആൻസർ എന്ത് വരും, അപ്പം വോളിയം v is equal to ഇൻ്റഗ്രൽ വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് വരും, വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ 0 to 4 വരും അല്ലേ. വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ 0 to 4 അല്ലേ. 0 to 4 ഇൻറ്റു നമ്മുടെ ക്രോസ് സെക്ഷൻ എന്താണ്, 2π ഇൻറ്റു y+1 ഇൻറ്റു എന്ത് വരും, 2 മൈനസ് √y വരും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുന്നു. ലിമിറ്റിംഗ് വാല്യൂ 0 to 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. y ഇൻറ്റു 2 2y വരുമല്ലോ. പിന്നെ മൈനസ് y ഇൻറ്റു √y വരും. ഓക്കെ ആണല്ലോ. പ്ലസ് 1 ഇൻറ്റു 2 2 വരും. മൈനസ് എത്ര വരും, √y വരും. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യാം. 2π ഇൻ്റഗ്രൽ 0 to 4 2y അതേപോലെ എടുക്കുന്നു. മൈനസ് വൈയും √y. y എന്ന് വെച്ചാൽ y⁻1 ആണ്. √y എന്ന് വെച്ചാൽ y⁻1/2. അപ്പം 1ഉം 1/2 കൂട്ടിയാൽ y⁻3/2 വരും. പ്ലസ് അടുത്ത ടൈം 2 കൊണ്ട് മൈനസ് √y ആണ്, അതിനെ നമുക്ക് y⁻1/2 ഇൻറ്റു എന്ത് വരും, dy വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 2 ഇൻറ്റു വൈയുടെ ഇൻ്റഗ്രൽ വാല്യൂ എത്ര വരും, y²/2 വരും. മൈനസ് y⁻3/2 ഇൻറ്റു y⁻5/2/5 വരും. പ്ലസ് 2വിൻ്റെ 2y ആണ്, കോൺസ്റ്റൻ്റ് അല്ലേ. മൈനസ് y⁻1/2ൻ്റെ y⁻3/2/3 വരും. ലിമിറ്റിംഗ് വാല്യൂ എത്ര വരും, 0 to 4. അപ്പർ ലിമിറ്റ് 4ഉം ലോവർ ലിമിറ്റ് 0ഉം കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു നോക്കിയേ, ഇവിടെ ഈ 2 ഇൻറ്റു ക്യാൻസൽ ആയിപ്പം അപ്പർ ലിമിറ്റ് 4 കൊടുത്താൽ 4² 16 വരും. ഇവിടെ മൈനസ് 5y/2നെ തിരിച്ചിട്ട് 2/5 വരും. y⁻5/2യുടെ yക്ക് 4 കൊടുത്താൽ 4⁵5/8 വരും. പ്ലസ് 2y ആണ്, yക്ക് 4 കൊടുത്താൽ 2 ഇൻറ്റു 4 8 വരും. മൈനസ് 3/2നെ തിരിച്ചിട്ടാൽ 2/3 വരും. yക്ക് 4 കൊടുത്താൽ 4⁵3/8 വരും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എല്ലാ ടൈമും എന്തായിപ്പോൾ 0 ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ബ്രാക്കറ്റിൽ 16 മൈനസ് ഈ 4⁵5/2നെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, 4⁵5/2 ഈക്വൽ ടു 4നെ നമുക്ക് 2² എന്ന് എഴുതാം. ഇൻറ്റു എന്തൊരു 5/8 വരും. അവിടെ 2 ഇൻറ്റും ക്യാൻസൽ ആയിട്ട് 2⁵5 എത്ര വരും, 32 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 32 ഇൻറ്റു 2 64 വരും. 64/5 വരും. ആട്ടെ പ്ലസ് 8 വരും. മൈനസ് ഇവിടെ 4⁵3/2 അല്ലേ, 4⁵3/2. 4നെ എങ്ങനെ എഴുതാം, 2² എന്ന് എഴുതാം. അപ്പോൾ 2²⁵3/2 2 ഇൻറ്റു 3/2 ഇൻറ്റു ക്യാൻസൽ 2³ 8 വരുമല്ലോ. 8 ഇൻറ്റു 2 16 വരും. 16/3 വരും. ഓക്കെ ആണോ. ഇവിടെ 16 മൈനസ് 8 എത്രയാവും, 8 ആവും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 8 വരും. പിന്നെ ഈ -64ഉം -16ഉം ഏത് കോമൺ എടുക്കാം, നമുക്ക് ഒരു -16 കോമൺ എടുക്കുന്നു. -16 പോയാൽ ഇവിടെ ബാക്കി എത്ര വരും, 4/5 വരും. അവിടെ നിന്ന് 16 കൊടുത്താൽ ബാക്കി എത്ര വരും, 1/3 വരും. ഓക്കെ ആണോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2π ഇൻറ്റു ബ്രാക്കറ്റിൽ 8a - 16 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്താൽ 4 ഇൻറ്റു 3 12 12 പ്ലസ് 5 വരും. 12 പ്ലസ് 5 17/15 വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 176π / 15 എന്ന് കിട്ടും. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഇവിടെ ചോദിച്ച ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ സോളിഡ് ഓഫ് റെവല്യൂഷനകത്ത് ക്രോസ് സെക്ഷൻ വെച്ച് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ ഷെൽ എന്ന പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, ഫൈനൽ ആൻസർ രണ്ടിടത്തും സെയിം ആണ് കിട്ടുന്നത് എങ്കിൽ പോലും ഈ മെത്തേഡിൽ തന്നെ ചെയ്തോണം. ഓക്കെ,
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് സിലിണ്ടറിക്കൽ ഷെല്ല് ടു ഫൈൻഡ് വോളിയം ഓഫ് ദ സോളിഡ് generated when the region are in the first quadrant, y is equal to x squared is revolve about x axis. മനസ്സിലായോ? യൂസ് സിലിണ്ടറിക്കൽ ഷെല്ല് ടു ഫൈൻഡ് വോളിയം ഓഫ് ദ സോളിഡ് generated when the region are under y is equal to x squared over the interval 0 to 2 is revolve about y axis ആണ് അല്ലേ. അപ്പം റിവോൾവ് അബൌട്ട് y ആക്സിസ് ആയതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ തന്നെ വോളിയം v is equal to ഇൻ്റഗ്രൽ y is equal to a to b വരും അല്ലേ. ഇപ്പം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ്റഗ്രൽ y is equal to a to b 2 pi y ഇൻറ്റു എന്ത് വരും 2 pi y ഇൻറ്റു എഫ് ഓഫ് ഐ ഡി വൈ വരും. ഓക്കെ, 2 pi y ഇൻറ്റു എഫ് ഓഫ് ഐ ഡി വൈ വരും. ഇവിടെ y ഇൻറ്റു റൂട്ട് 1 മൈനസ് വൈ ആരും ആൻസർ ഈ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ y ഇൻ ദ ഇൻ്റർവൽ 0 to 4 ആണ്. അപ്പോൾ അവിടുത്തെ ഹൈറ്റ് 2 മൈനസ് റൂട്ട് വൈ ആണ് ഹൈറ്റ് വരുന്നത്. റേഡിയസ് y തന്നെ ആയിരിക്കും. അപ്പം വോളിയം കാണാനുള്ള ഇക്വേഷൻ ഇത് വരും. ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ 32 pi by 5 കിട്ടും. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് മനസ്സിലാക്കി ചെയ്തോണം. ഇപ്പം ചെയ്ത അതേ സെയിം ക്വസ്റ്റ്യൻ്റെ രീതിയിൽ തന്നെ സർഫസ് ഏരിയ കണ്ടിട്ട് വോളിയം കാണുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് സിലിണ്ടറിക്കൽ ഷെൽ അപ്ലൈ ചെയ്ത് വോളിയം കാണാനായിട്ട് പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞ 3 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആദ്യം പറഞ്ഞ 3 ക്വസ്റ്റ്യൻ. ലാസ്റ്റിൽ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ.